മാനിഫെസ്റ്റ് ചെയ്താൽ ഇതൊക്കെ നടക്കുമോ? ശരിക്കും എന്താണ് മാനിഫെസ്റ്റേഷൻ? വിഷ്വലൈസേഷൻ, ബിലീഫ്, മൈൻഡ് സെറ്റ്. ഇതും മാനിഫെസ്റ്റേഷനും തമ്മിൽ ബന്ധമുണ്ടോ? വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണല്ലേ. സയൻസ് ബിഹൈൻഡ് മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ അല്ലേ. ഇന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാം എടുത്താലും യൂട്യൂബ് എടുത്താലും ഒക്കെ ഏറ്റവും കൂടുതൽ അടിച്ച് നോക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷനാണല്ലേ. എല്ലാവരും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ന്യൂറോ സയൻസ്, എന്താണ് മാനിഫെസ്റ്റേഷൻ, എന്താണ് എന്നൊക്കെ. സോ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണോ? എന്താണ് മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക? മാനിഫെസ്റ്റേഷനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം. അതിൻ്റെ ന്യൂറോ സയൻസിനെ കുറിച്ചൊക്കെ പറയുന്നതിന് എനിക്ക് പരിമിതികളുണ്ടല്ലേ. ഞാനിപ്പോൾ വന്നിട്ട് എനിക്ക് എല്ലാം അറിയാം എന്ന് പറയുന്നത് വളരെ തെറ്റായുള്ളൊരു കാര്യമാണ്. അത് എൻ്റെ ക്രെഡിബിലിറ്റിയെ പോലും ബാധിക്കുന്നൊരു കാര്യമാണല്ലേ. സോ എൻ്റെ മാനിഫെസ്റ്റേഷനെ കുറിച്ചുള്ള ഒപ്പീനിയൻ, എനിക്കിതിൽ വിശ്വാസമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. സോ ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നതാണല്ലേ. അതായത് ഇപ്പം എല്ലാവരും പറയുന്നതാണല്ലേ, എനിക്കത് വേണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ കയ്യിലത് ഉണ്ട്, അതിന് താങ്ക് യു എന്നൊക്കെയാണ് ഇപ്പം എല്ലാവരും പറയുന്നത്. സോ അതിന് ആദ്യം നമ്മൾ അറിയേണ്ടത് മൈൻഡ് സെറ്റിനെ കുറിച്ചും നമ്മുടെ ബിഹേവിയറിനെ കുറിച്ചിട്ടും നമ്മുടെ ബിലീഫിനെ കുറിച്ചിട്ടുമാണ്. മനസ്സിന് ഒരു ശക്തിയുണ്ട്. അതായത് നമ്മുടെ മനസ്സിന്, പ്രത്യേകിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്, നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അതേ അതിനറിയത്തുള്ളൂ. അതാണ് കൂടുതലായിട്ട് ഗ്രാസ്പ് ചെയ്യുന്നത്. നമ്മൾ പറയുകയാണ് ഞാനിങ്ങനെയാണോ, അയ്യോ ഞാൻ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒബ്വിയസ്ലി ഇതങ്ങനെ വരത്തുള്ളൂ. ബട്ട് അതേ സമയത്ത് ഐ ആം ഗുഡ് ഇൻ ദിസ്, ഐ ആം ഗുഡ് ഇൻ ദാറ്റ് എന്ന് അതിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാവും? ഒരാൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ കോൺഫിഡൻ്റ് ആണോ? അല്ല. ഒരാൾക്കൊരു സ്റ്റേജിൽ കയറി ഇന്ന് സംസാരിക്കണമെങ്കിൽ അയാൾ ജനിച്ച് വീഴുന്ന നിമിഷം അയാൾ അങ്ങനെയല്ലല്ലോ. മേ ബി അയാൾ കുറേ തവണ സ്റ്റേജിൽ കയറി അയാൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലായത്? നമ്മുടെ മൈൻഡിന് അത് മനസ്സിലായി നമ്മൾ ഇതിൽ വളരെ നല്ലതാണെന്നുള്ളത്. അതുപോലെ നമുക്ക് ഒരു കാര്യത്തിനകത്ത് വളരെ സക്സസ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളത് നമ്മുടെ മൈൻഡിലേക്ക് വിഷ്വലൈസേഷനിലൂടെ പറഞ്ഞു കൊടുക്കുന്നു അല്ലേ. ഇപ്പം നമ്മൾ ഒരു കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ അവർ പറയുന്നത് എന്താണ്? ക്ലോസ് യുവർ ഐസ്, ഇമാജിൻ ദിസ് എന്ന് പറയുമ്പം നമ്മളത് ഇമാജിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം വരികയാണ് അല്ലേ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് നല്ല ഒരു ഗ്രോത്ത് എൻ്റെ കരിയറിൽ കിട്ടുന്നു, ഞാനൊരു കമ്പനിയുടെ CEO ആയി മാറുന്നു, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് പ്രൊഡക്ട്സ് ഇന്ത്യയിലെ അല്ല വേൾഡിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റായി മാറുന്നു. ഇതൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു പവർ വരുവാണല്ലേ. യെസ് എന്ന് പറയുന്ന ഒരു സംഭവം വരും. സോ നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടല്ലേ. എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, ഇത്രയും ഒരു കാര്യം ഇങ്ങനെ റൺ ചെയ്യാൻ വേണ്ടി എന്നെക്കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം ഞാൻ ചെയ്താൽ ശരിയാവുമോ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നതിന് പകരം ജസ്റ്റ് ഓപ്പോസിറ്റ് ചിന്തിക്കുന്നു. അതായത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു സിൽവർ പ്ലേ ബട്ടണോ ഒരു ഗോൾഡൻ പ്ലേ ബട്ടണൊക്കെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഐ എം സോ പ്രൗഡ് എന്ന് പറയുന്ന ഒരു മൊമെൻറ്റിൽ നമ്മൾ തന്നെ ഇങ്ങനെ ഇമാജിൻ ചെയ്യാണ്. നമ്മൾ സപ്പോസ് നമ്മളൊരു ചാനൽ തുടങ്ങിയില്ല, നമുക്ക് നല്ല ആഗ്രഹമുണ്ട്, നമ്മൾ എന്നും ഇമാജിൻ ചെയ്യുന്നുണ്ട്, സിൽവർ പ്ലേ ബട്ടൺ ഇങ്ങനെ പിടിച്ച് ഞാനിങ്ങനെ നിന്നിട്ട് എൻ്റെ വീടിൻ്റെ ഹാളിൽ ഇങ്ങനെ അത് ഇങ്ങനെ തൂക്കിയിടുന്നതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ നമ്മൾ ചാനൽ തുടങ്ങിയില്ല, എന്നും നമ്മളിത് വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അതുതന്നെയാണ്. അതായത് ഇതിൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുകയാണ്. യെസ്, ഇപ്പം ഒരു ദിവസം ഒരു ദിവസം ഇട്ടൊരു വീഡിയോയ്ക്ക് എനിക്ക് നല്ല വ്യൂസായി എന്ന് വിചാരിക്കുക. തൊട്ട് പിറ്റേ ദിവസം ഇടുന്ന വീഡിയോയ്ക്ക് എനിക്ക് ഒട്ടും വ്യൂസില്ല എന്ന് പറഞ്ഞാൽ ഒരു 10-20 വ്യൂസൊക്കെ ഉള്ളൂ. സോ ഡെസ്പായിട്ട് ഇനിയിപ്പോൾ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അങ്ങനെ വിചാരിക്കുകയാണ് വേണ്ടത്, അല്ലല്ലോ.
യെസ്. അവിടെയാണ് നമ്മൾ ഈ വിഷ്വലൈസേഷൻ ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മളെ മനസ്സ് വളരെ ഡെസ്പായിട്ടിരുന്ന സമയത്ത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. യെസ്, എനിക്കിങ്ങനെ കിട്ടുന്നു എന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ ഒന്ന് ഉണർന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വേണ്ടിയിട്ട് അത് നമ്മളെയും കൂടെ അതിങ്ങനെ കൂട്ടിക്കൊണ്ട് പോകും. അതാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആഗ്രഹമുള്ള നമ്മുടെ ഗോളുകൾ അത് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ അറിയാതെ, അതാണല്ലോ ഈ ന്യൂറോ സയൻസ് എന്ന് പറയുന്നത് അല്ലേ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഡ്രീം ചെയ്യുന്നു, വിഷ്വലൈസേഷൻ ചെയ്യുന്നു, നമ്മൾ ബിലീവ് ചെയ്യുന്നു, അത് നമ്മുടെ ആക്ഷനായിട്ട് മാറുന്നു. ഇതാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് എതിർ അഭിപ്രായമുള്ളവരുണ്ടായിരിക്കാം, മാനിഫെസ്റ്റേഷൻ പഠിപ്പിച്ച് കൊടുക്കുന്നവരുണ്ടായിരിക്കാം. അവർ ഇതൊക്കെ ശരിയാണോ, അല്ലെങ്കിൽ എന്താണോ ശരിക്കും മാനിഫെസ്റ്റേഷൻ എന്ന് നിങ്ങൾക്കറിയുന്നവർ നിങ്ങളിതിന് താഴെ കമൻറ്റ് ചെയ്യൂ. എൻ്റെ അറിവിൽ മാനിഫെസ്റ്റേഷൻ വിത്തൗട്ട് ആക്ഷൻ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ലൈഫിൽ ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആയിട്ടുണ്ട്, ഒത്തിരി മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ 101% എഫേർട്ട് ഇട്ട കാര്യങ്ങളെ വർക്ക് ആയിട്ടുള്ളൂ. സോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ, വലിയ വലിയ സ്വപ്നങ്ങൾ കാണൂ, വിഷ്വലൈസ് ചെയ്യൂ, അതിനുവേണ്ടി 100% വർക്ക് ചെയ്യൂ, നിങ്ങൾക്കത് ലഭിക്കും. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കൂ. ബൈ.